ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് പാടത്ത് കോലം വെച്ചേക്കുന്ന പോലൊരു സംഭവം കൊണ്ട് വെച്ചേക്കുന്നു. അവിടെ മൈക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ മൈക്കിട്ടത് ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനാവാം. ചിലപ്പോൾ അതിനകത്തിൽ ഒരു ആൾ അവിടെ വന്നതാവാം. നാളെ വരാനുള്ള ചാൻസ് ഉള്ളത് രതീഷ്, അപ്സര, ജാസ്മിൻ ഇവരൊക്കെയാണ് നാളെ വരാനുള്ള ചാൻസ് ഉള്ളത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അപ്പം ഈ ഒരു മൈക്കിട്ടത് ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൺഫ്യൂഷനാക്കാനും മത്സരാർത്ഥികളെ കൺഫ്യൂഷനാക്കാനും വേണ്ടിയാവാം. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു മത്സരാർത്ഥി ഇതിനുള്ളിലൂടെ കയറി വന്നതാവാം. പിന്നീട് കാണിക്കുന്നത് ഒരു ശവപ്പറമ്പ് പോലെ ഹൗസിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരെയായിട്ട് കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിക്കുന്നു. ഒരു കൊലയാളി ഹൗസിനുള്ളിൽ കയറിയിട്ടുണ്ട്, പേടിയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് യാതൊരുവിധ പേടിയുമില്ലെന്ന് പറയുന്നുണ്ട്. ഋഷിയാണെങ്കിൽ ഋഷിയോട് പറയുമ്പോൾ ഋഷിക്ക് പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പരമോട്ട് ഇങ്ങനെ വലിയുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു നാളെ ഒരു കൊലയാളി ടാസ്ക്കാണ് ഹൗസിനുള്ളിൽ നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ആ ഒരു സെറ്റിങ്സൊക്കെ കണ്ടിട്ട് ആ ഒരു ശവപ്പറമ്പ് പോലുള്ള സെറ്റ് ചെയ്ത് വെച്ച് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു. ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് നാളെ ഹൗസിനുള്ളിൽ 2 കൊലയാളികൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പേടിയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് പേടിയില്ല, ഞാൻ അടിച്ച് ശരിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ ഇപ്പം പ്രൊമോ കാണിച്ചത് എന്തായാലും നാളെ 3 പേര് വരുന്നതിൻ്റെ പ്രൊമോ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. പാടത്ത് കോലം വെക്കുന്ന ഒരാളെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്തായാലും നാളെ 3 പേര് കയറുന്നുണ്ട് ഹൗസിൽ. നാളെ കയറുന്ന ആൾ 3 രതീഷ്, അപ്സര, റസ്മിൻ ഇവർ 3 പേരാണ് നാളെ കയറുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നാളെ ഒരു ടാസ്കും കൂടെ നടക്കുന്നുണ്ട്. എല്ലാവരെയും കൺഫ്യൂഷൻ റൂമിൽ വിളിപ്പിക്കുന്നുണ്ട്. വിളിപ്പിച്ചിട്ട് വരുന്നൊക്കെ ഓരോ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ പ്രാങ്ക് പോണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊലയാളി ആരാണെന്നൊക്കെ കൊലയാളി ടാസ്ക്കാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും നാളെ ടാസ്ക് നമുക്ക് ലൈവിൽ കാണുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾ അറിയാൻ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് തുടങ്ങണം. ഓക്കെ, ബൈ.